ഇതുപോലെയുള്ള താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിലേക്ക് ആവശ്യം. കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ കാണുക. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. ടീമിലെ മലയാളി താരങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങളും അതുപോലെ വിദേശ താരങ്ങളും ഒരുപോലെ നിറം മങ്ങിയതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ പരാജയത്തിന് കാരണം. എന്നാൽ സഹൽ അബ്ദുസമദും ധീരജ് സിംഗും മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നൽകിയത്. അതിൽ ധീരജ് സിംഗ് ഈ സീസണിൽ ടീം വിട്ടേക്കുമെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അടുത്ത സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയുള്ള താരങ്ങളെയാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് ഒരു സെന്റർ ഫോർവേഡിനെയാണ്. ഫെറാൻ കോറോ, ഓങ്ബെച്ചെ എന്നിവരെ പോലെയുള്ള ഒരു കരുത്തനായ സെൻട്രൽ ഫോർവേഡ്, ഗോൾ അടിപ്പിക്കാനും കഴിവുള്ള ഒരു താരം. ആ താരത്തിന് ഫ്രീ കിക്ക് സ്പെഷ്യലിസ്റ്റ് കൂടിയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് സന്തോഷമാവും. കാരണം ബ്ലാസ്റ്റേഴ്സിൽ ഈ അടുത്ത കാലത്തൊന്നും ഒരു നല്ല ഫ്രീ കിക്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ടായിട്ടില്ല. പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമായി വേണ്ടത് ഒരു സെൻട്രൽ മിഡ്ഫീൽഡറെയാണ്. റാഫേൽ അഗസ്റ്റോ, അഹമ്മദ് ജാഹു, എഡു ബീഡിയ എന്നിവരെ പോലെ ഒരു മത്സരത്തെ തന്നെ മൊത്തമായി നിയന്ത്രിക്കാൻ കഴിവുള്ള താരങ്ങൾ. ഇതുപോലെയുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ സീസണുകളിൽ ഉണ്ടായിട്ടുണ്ട്. സീസണിലേക്കും നമുക്ക് ആവശ്യം അതുപോലെ ഒരു താരത്തിനെയാണ്. പിന്നീട് നമുക്ക് അത്യാവശ്യമായി വേണ്ടത് ഒരു സെൻട്രൽ ഡിഫൻഡറെയാണ്. ഡിഫൻഡർ എന്ന് പറഞ്ഞാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിൽ കളിക്കാൻ സാധിക്കുന്ന ഒരു ഡിഫൻഡറെയാണ് നമുക്ക് ആവശ്യം. അതായത് ആദിൽ ഖാനെയൊക്കെ പോലെയുള്ള ഒരു താരം. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെയാണ്. നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ കളിക്കുന്നത് സഹൽ അബ്ദുസമദാണ്. ഒരു മികച്ച വിദേശ മിഡ്ഫീൽഡർ കൂടെ അറ്റാക്കിങ്ങിൽ ഉണ്ടെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം ഗുണം ചെയ്യും. സിസ്കോ, ഗായേഗോ എന്നിവരെ പോലെയുള്ള ഒരു താരമുണ്ടെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിങ്ങിനെ മൂർച്ച കൂട്ടുകയേ ഉള്ളൂ. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ.